വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത്. സബ്ജക്റ്റ് മാനേജീരിയൽ എക്കണോമിക്സ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ട് വന്നിട്ടുള്ള 5 മാർക്സ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 2004 മുതൽ 2008 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിരിക്കുന്നത് 5 മാർക്സിൻ്റെ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം എന്ന് പറയുന്നത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ 20 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് കാണാത്തവർ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം പാർട്ട് 4 കാണാം. കാരണം അതിലത്തെ 2 മാർക്സ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ പാർട്ട് 4 കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. 2004 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഡെമോൺസ്ട്രേഷൻസ് ഇഫക്റ്റ്. എന്താണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്ട്സ്. ദെൻ തേർഡ് വൺ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി 4 ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. 4 ഫാക്ടേഴ്സാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് ഫോർത്ത് വൺ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐസോക്വൻ്റ്. ഈ പറഞ്ഞ ഒരു ടോപ്പിക്കിനെ കുറിച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഇല്ലാത്തതില്ല ഈ പറയുന്ന ഐസോക്വൻ്റ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് എഴുതുക. അത് ഡയഗ്രാം വരച്ച് എഴുതുവാണെങ്കിൽ അത്രത്തോളം നല്ല കാര്യം. ദെൻ അടുത്തത്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എക്കണോമിക്സ് ഓഫ് എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ്. അതായത് എക്കണോമിക്സ് ഓഫ് എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 മാർക്സ് ബേസിൽ എഴുതുന്ന ഒരു ഷോർട്ട് നോട്ട് എഴുതി വയ്ക്കുക. ദെൻ വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നമ്മളിത് 2 മാർക്സിന് നോക്കിയിട്ടുണ്ടായിരുന്നു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് എന്ന്. ഇതെന്താ ചോദിച്ചിരിക്കുന്നത് 5 മാർക്സിനാണ്. മുൻ വർഷങ്ങളിലൊക്കെ 4 മാർക്സാണ്. ഇപ്പോൾ നമുക്ക് എന്താ 5 മാർക്സിൻ്റെ ബേസിലാണ് ചോദ്യങ്ങൾ വരാറ്. ഓക്കെ, ഇതാണ് 7th വൺ, വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് പ്രോഫിറ്റ്. ഫംഗ്ഷൻ ഓഫ് പ്രോഫിറ്റ് 5 മാർക്സിൻ്റെ ബേസ് തന്നെ എഴുതണം. എന്തൊക്കെയാണ് ഫംഗ്ഷൻ എന്ന്. ദെൻ 9th വൺ, എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇൻകം സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് രണ്ടും തമ്മിൽ കോളം വൈസ് ആയിട്ട് തരംതിരിച്ച് എഴുതുവാണെങ്കിൽ എഴുതാം, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ അത് എഴുതാം. പക്ഷെ അത് വിത്ത് ഡയഗ്രാം ഒക്കെ വരച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് കറക്റ്റായിട്ടുള്ള 4 മുതൽ 5 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ഏതൊക്കെ സ്റ്റെപ്സാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനുള്ളത് അത് കറക്റ്റ് ഓർഡർ വൈസ് ആയിട്ട് തന്നെ എഴുതണം. ദെൻ വാട്ട് യു മീൻ ബൈ പ്രൊപ്പൻസിറ്റി ഓഫ് സേവ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, ഈ ഒരു 2004 ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്കിത് നോക്കാം അത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് 2004 5 മാർക്സ് ബേസിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇനി 2004 തന്നെ എസ് എ ടൈപ്പ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. എസ് എ ടൈപ്പ് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നാഷണൽ ഇൻകം 2 മാർക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആ സമയത്ത് തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് ചോദിച്ചിട്ടുണ്ട്, ഹൗ ടു കാൽക്കുലേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദെൻ വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് കണക്ട് വിത്ത് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. നമ്മളിപ്പോൾ നാഷണൽ ഇൻകം മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് നാഷണൽ ഇൻകം നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അത് ഡിഫിക്കൽട്ടീസ് എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഡീറ്റെയിൽ. അത് നേച്ചർ ഓഫ് പ്രോഫിറ്റ് ഇല്ല, അത് നമുക്ക് ഷോർട്ട് നോട്ടായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. അതിനോടൊപ്പം എന്തും കൂടി എഴുതണം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ ഫങ്ഷൻസും കൂടി ഒരുമിച്ച് എഴുതണം. ഓക്കെ, ഇതാണ് 2004 എസ് എ ടൈപ്പായിട്ട് ചോദിച്ചിരിക്കുന്ന 3 ചോദ്യങ്ങൾ. ക്ലിയർ. ഇനി 2005 5 മാർക്സിൻ്റെ ചോദ്യം, സ്റ്റേറ്റ് ദ റീസൺസ് ഫോർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയത്. എന്തൊക്കെയാണ് റീസൺ ആണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിന് ഉള്ളത്, റീസൺസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. ഇത് എസ് എ ടൈപ്പായിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. ദെൻ നെക്സ്റ്റ്, ലെറ്റ് ദ ഡിമാൻഡ് ഫങ്ഷൻസ് ഈസ് ക്യൂ ഡി ഈക്വൽ ടു 400 മൈനസ് 20p ആൻഡ് സപ്ലൈ ഫങ്ഷൻസ് ഈസ് ക്യൂ എസ് ഈക്വൽ ടു 100 പ്ലസ് 30p. ഫൈൻഡ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻ
എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഈ ഒരു ടൈപ്പ് അധികം 5 മാർക്സിൻ്റെ ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ റിപ്പീറ്റഡ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ജസ്റ്റ് ഒരു പ്രോബ്ലങ്ങൾ വരാറുണ്ട്. അധികം ഒന്ന് ഇതേ ടൈപ്പ് തന്നെ വരാറുള്ളൂ, വേറെ ഇല്ല, ഇതേ ടൈപ്പ്. ദെൻ ഫോർത്ത് വൺ, എക്സ്പ്ലെയിൻ റീസൺസ് ഫോർ യു ഷേപ്പ് ആവറേജ് കോസ്റ്റ് കർവ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ റീസൺസ് ഫോർ യു ഷേപ്പ് ആവറേജ് കോസ്റ്റ് കർവ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്തൊക്കെ കണ്ടീഷനിലാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ്. ദെൻ വാട്ട് ആർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് റൈക്കാർഡിയൻ തിയറി ഓഫ് റെൻറ്റ്. ഇതും ചോദ്യങ്ങൾ ചോദിച്ചതാണ് യൂണിവേഴ്സിറ്റി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. ദെൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഫിറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഫിറ്റ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ടൈപ്സ് എഴുതണം, അതിനൊപ്പം തന്നെ വിത്ത് എക്സ്പ്ലനേഷനും എഴുതണം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ടൈപ്സ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോഫിറ്റ് ഏരിയ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ്, ഹൗ വേജ് ഈസ് ഡിറ്റർമൈൻഡ് അണ്ടർ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. എങ്ങനെയാണ് നമ്മൾ വേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഏത് കേസുകളിൽ? അണ്ടർ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ദെൻ എക്സ്പ്ലെയിൻ ദ ട്രേഡ് പ്രാക്ടീസസ് വിച്ച് എഫക്റ്റ് ദ കൺസ്യൂമർ. ഏത് നമുക്ക് ട്രേഡ് പ്രാക്ടീസ് ഇല്ലേ, അത് നമ്മുടെ കൺസ്യൂമേഴ്സ് എഫക്റ്റ് ചെയ്യുന്നതിന് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ വാട്ട് ആർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ, അത് ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതെന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. 5 മാർക്സ് ആണ്. അപ്പോൾ എങ്ങനെ പോയാലും 2 സൈഡായിട്ട് പേജ് കറക്റ്റായിട്ട് 2 സൈഡെങ്കിലും എഴുതി വെച്ചിരിക്കണം. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ ഇത് ഡയഗ്രാമും കൂടി വരയ്ക്കുക, എന്നാലേ നമുക്ക് അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 5 മാർക്സ് അത്രയും കിട്ടണമെങ്കിൽ അത്ര പക്ക പെർഫെക്റ്റ് എഴുതണം, അതല്ലെങ്കിൽ മാർക്ക് കുറയും. അപ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. 2005 എസ് എ ടൈപ്പ് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് നാഷണൽ ഇൻകം. നമ്മൾ തൊട്ട് മുമ്പുള്ള വർഷത്തിൽ നമ്മൾ നോക്കിയതല്ല ഇത്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് മെത്തേഡ്സ്. അത് എങ്ങനെയാണ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സിന് അതിൻ്റെ മെത്തേഡ്സ് എല്ലാം ഫോർമുല എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യുക, കാര്യങ്ങൾ എഴുതണം. എസ് എ ടൈപ്പാണ്. ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് പ്രിൻസിപ്പിൾസ്. എക്സ്പ്ലെയിൻ ചെയ്യുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് പ്രിൻസിപ്പിൾസ്. ദെൻ എക്സ്പ്ലെയിൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. എക്സ്പ്ലെയിൻ ചെയ്യുക, അതായത് എക്സ്പ്ലെയിൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസ് എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രൈസും അതേപോലെ തന്നെ ഔട്ട്പുട്ടും ഒക്കെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് നമ്മൾ 2005 ചോദിച്ചിരിക്കുന്ന എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി 2006 5 മാർക്സ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് വൺ, ഹൗ ഡസ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ് ഹെൽപ്സ് ബിസിനസ് കൺസേൺ. എങ്ങനെയാണ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ് നമ്മുടെ ബിസിനസ് കൺസേണിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ദെൻ സെക്കൻഡ്, എക്സ്പ്ലെയിൻ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. അതും അതേപോലെ തന്നെ ഹൗ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ്. അതായത് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്താണെന്നും എഴുതുക, അതേപോലെ തന്നെ അത് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി എഴുതണം. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോഫിറ്റ്. കണ്ടോ, പ്രോഫിറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലേ. ഫങ്ഷൻസ് ഓഫ് പ്രോഫിറ്റ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രോഫിറ്ററിങ് ആൻഡ് പ്രോഫിറ്റ് ഏണിംഗ്. ഓക്കെ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രോഫിറ്ററിങ് ആൻഡ് പ്രോഫിറ്റ് ഏണിംഗ്. ഇതും ഏതുതന്നെയാണ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിഗ്നിഫിക്കൻസ് അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ സിക്സ്ത്, ഹൗ ഈസ് ദ സ്റ്റഡി ഓഫ് ബിസിനസ് സൈക്കിൾ ഹെൽപ്ഫുൾ ടു ബിസിനസ് എക്സിക്യൂട്ടീവ്സ്. ബിസിനസ് സൈക്കിൾ ഇല്ലേ നമ്മുടെ, വാട്ട് ഈസ് ബിസിനസ് സൈക്കിൾ എന്നൊക്കെ നമ്മൾ 2 മാർക്സിനൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ആ ബിസിനസ് സൈക്കിളിൽ നമ്മൾ പഠനം നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പറയുന്ന ബിസിനസ് സൈക്കിൾ കൊണ്ട് നമ്മൾ പഠനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അത് ബിസിനസ് എക്സിക്യൂട്ടീവ്സുകാർക്ക് എത്രത്തോളമാണ് അതിനെ ഹെൽപ്ഫുൾ എന്ന് ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ പ്രൈസ് ലീഡർഷിപ്പ് ഫേം. അതായത് പ്രൈസ് ലീഡർഷിപ്പ് ഫേമിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുള്ളൂ. ദെൻ എക്സ്പ്ലെയിൻ പ്രൈസിങ് അണ്ടർ കൊല്യൂഷൻസ്. എക്സ്പ്ലെയിൻ പ്രൈസിങ് അണ്ടർ കൊല്യൂഷൻ. ദെൻ ഡിസ്കസ് ദ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോബ്-ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യുക, 5 മാർക്സ്. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ഡിമാൻഡ് ആൻഡ് ലോങ് റൺ ഡിമാൻഡ്. ഷോർട്ട് റൺ ഡിമാൻഡും ലോങ് റൺ ഡിമാൻഡും തമ്മിൽ ഡിഫറൻസ് എഴുതുക. ദെൻ വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ്. എന്താ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ ഏതൊക്കെ കണ്ടീഷൻസ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്താലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇത്രയുമാണ് 2006 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഇനി നമുക്കെന്ത് ചെയ്യാം, 2006 എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം.
essay type question ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ ലോ ഓഫ് ഡിമാൻഡ്, സ്റ്റേറ്റ് ദ അസംഷൻസ് ആൻഡ് എക്സംഷൻസ് ടു ദ ലോ. അതായത് ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ അസംഷൻസും എക്സംഷൻസും ലോയിനെ കുറിച്ചുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. Then explain the conditions under which price discrimination as possible and profitable. നമുക്ക് ഏത് കണ്ടീഷനിലാണ് നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് പോസിബിളും അതേപോലെ തന്നെ പ്രോഫിറ്റബിളും ആവുക, ഏത് കണ്ടീഷനാണ് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ തേർഡ്, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മാനേജറിയൽ എക്കണോമിസ്റ്റ് ഇൻ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. അതായത് നമ്മുടെ മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ എന്താണ്, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗോളും കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ പറയുന്ന മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ എന്താണ് എന്നതും കൂടിയിട്ട് എസ് എ ടൈപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 2006 എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ? ഇനി 2007 5 മാർക്സ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻസ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോഫിറ്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഏതൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണെന്നുള്ളത് അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം, പക്ഷേ ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റാണ്. ദെൻ എക്സ്പ്ലെയിൻ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ്, നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ സ്റ്റേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ വൈ ഡസ് ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺ ആയിട്ട് എങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകാനുള്ള കാരണം എന്താ. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോപോളീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോപോളീസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ഹൗ മോണോപോളി ഈസ് ക്രിയേറ്റഡ്, എങ്ങനെയാണ് മോണോപോളി ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ 2007 തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എത്ര എണ്ണം അല്ലേ, ഒരു 3-4 ഒക്കെ ഉണ്ടാവും. അതായത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ടോപ്പിക് ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുമ്പോഴും അതിൻ്റെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ഇത് നമുക്ക് എസ് എ ടൈപ്പായിട്ടും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദെൻ ഹൗ വുഡ് യു ഡിറ്റർമൈൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഹൗ വുഡ് യു ഡിറ്റർമൈൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി, സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. ഇത്രയുമാണ് 2007 5 മാർക്സ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇനി നമുക്ക് എസ് എ ടൈപ്പ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ വേരിയസ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ഫോർ ദ കൺട്രോൾ ഓഫ് ബിസിനസ് സൈക്കിൾ. അതായത് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ, ബ്രീഫ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ എസ് എ ടൈപ്പാണ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. വേരിയസ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഏതിനു വേണ്ടിയിട്ടാണെന്നറിയോ, ഫോർ ദ കൺട്രോൾ ഓഫ് ബിസിനസ് സൈക്കിൾ. അത് കൺട്രോൾ ഓഫ് ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ പറയുന്ന അറിയാലോ നമുക്ക്, ആ സർക്കിൾ, ആ പറയുന്ന സൈക്കിൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ. അപ്പോൾ അതൊക്കെ പഠിക്കാം നന്നായിട്ട്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഡിസിഷൻസ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ല, 2 മാർക്സിന് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ എസ് എ ടൈപ്പിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും ഡിഫറെൻറ്റ് ടൈപ്സും ചോദിച്ചിട്ടുണ്ട്. അതാ വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ് മാത്രം നമ്മൾ 2 മാർക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഡിസിഷൻ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് പ്രാക്ടിക്കൽ മെത്തേഡ്സ് ഡു ബിസിനസ് മാൻ എംപ്ലോയ് ഇൻ സെറ്റിംഗ് പ്രൈസസ്. അതായത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഏത് മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യും ബിസിനസ് മാൻ ഒരു പ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യും എന്നാണ്. ഓക്കെ, ഇത്രയുമാണ് 2007 5 മാർക്സ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ? 2008 5 മാർക്സ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കമ്പനി ഡിമാൻഡ് ആൻഡ് ഇൻഡസ്ട്രി ഡിമാൻഡ്. കമ്പനി ഡിമാൻഡും ഇൻഡസ്ട്രി ഡിമാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. Then what is diseconomies of scale? State the reason for it. The next, what are the properties of Isoquant? Properties of Isoquant ചോദിച്ചിട്ടുണ്ട്. Then what are the aims of profit policy? Then what the question, what are the factors affecting advertisement elasticity? Then explain product line pricing. Then next, distinguish between GNP and GDP. Then next ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ദ മാനേജരിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻ. എന്താ ചോദിച്ചിരിക്കുന്നത്, മാനേജരിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്
എക്സാമിൻ ഹൗ മോണോപോളി ഈസ് ക്രിയേറ്റഡ്. എങ്ങനെയാണ് മോണോപോളി ക്രിയേറ്റ് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ ഇതൊക്കെ. സ്റ്റേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സ്റ്റേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാ. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയുമാണ് 2008 5 മാർക്സ് ക്വസ്റ്റ്യൻ. ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എസ് എ ടൈപ്പ് നോക്കാം. എസ് എ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഏതൊക്കെ ഡിഫറൻസ് വേയ്സിലൂടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ സ്യൂട്ടബിൾ എക്സാമ്പിൾ ദ വേരിയസ് ഡിറ്റർമിൻറ്റ് ഓഫ് ഡിമാൻഡ്. ഇത് വിത്ത് എക്സാമ്പിൾ സഹിതം വെച്ചിട്ട് എഴുതണം. ദെൻ വാട്ട് ഈസ് ട്രേഡ് സൈക്കിൾ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെഷേഴ്സ് ടു കൺട്രോൾ ഇറ്റ്. ട്രേഡ് സൈക്കിൾ എന്താണ് എന്നും അതേപോലെ തന്നെ അതിലത്തെ ഏതൊക്കെ ഡിഫറെൻറ്റ് മെഷേഴ്സ് ഉണ്ട്. ഇത് പറഞ്ഞ ട്രേഡ് സൈക്കിൾ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ഡിഫറെൻറ്റ് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയുമാണ് 2008 എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ. ബാക്കിയുള്ള ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. കാരണം നമ്മൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോഴേക്കും വീഡിയോയുടെ ലെങ്ത്ത് ഡ്യൂറേഷൻ കൂടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കുറച്ച് വർഷത്തെ മാത്രം ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.